പെൺകുട്ടികൾ സ്റ്റേജിൽ കയറിക്കാണ്ട് പാട്ട് പാടുന്നത് മാത്രമല്ല 2-3 പെൺകുട്ടികളൊക്കെ പാട്ട് പാടിക്കാണ്ട് മറ്റുള്ളവരെങ്ങനെ കൈയൊട്ടാനും ചാടാനും ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതും ആ സ്റ്റേജിൽ കാണാം. ഏത് ഫാർത്തക്കെട്ട് നല്ല തട്ടക്കെട്ട് ഒരു മദ്രസൻ്റെ സ്റ്റേജിൽ ഇരുന്നിട്ട് പാട്ട് പാടുന്നതാണ് നമ്മളെ വീഡിയോയിലൊക്കെ കണ്ട്. അതുപോലെ മദ്രസിൻ്റെ ഉള്ളിൽ പുറത്ത് സ്റ്റേജിലല്ലാതെയും ചില വീഡിയോകളുണ്ട്. ഞങ്ങൾ മദ്രസിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്, വേറെ ആരും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ വലിയ കുട്ടികളും ചെറിയ കുട്ടികൾ പെൺകുട്ടികളോടെ നഴ്സറിത്തെ ബുദ്ധിനും കൂടി ഉൾപ്പെടുത്തി ചാടരുതെന്ന് പറഞ്ഞതിൻ്റെ മൂലന്മാർ കഴിഞ്ഞു പോയത് ഇപ്പോൾ 4 കൊല്ലം മുമ്പ് വരെ അങ്ങനെയായിരുന്നു നമ്മളൊക്കെ പഠിപ്പിച്ചിരുന്നത്. പിന്നെ എപ്പോഴും ഇതിന് മാറി മറിഞ്ഞത് നഴ്സറിത്തെ പരിപാടികൾക്കും മറ്റും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കരുത് കേട്ടോ, സ്റ്റേജിൽ കയറാൻ പ്രോത്സാഹിപ്പിക്കരുത്, ഡാൻസ് പ്രോത്സാഹിപ്പിക്കരുത് എന്നായിരുന്നു നമ്മളൊക്കെ നിലപാട്. അത് മാറി മറിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പിന്നെ പറഞ്ഞാൽ മദ്രസിൻ്റെ കീഴിൽ തന്നെ നഴ്സറി സ്കൂളൊക്കെ ഉള്ളതുകൊണ്ടേ അവിടുത്തെ നഴ്സറി കുട്ടികൾക്ക് തന്നെ ഇപ്പോൾ ഉടുപ്പൊക്കെ ഇട്ട് പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ ബർത്ത്ഡേ പരിപാടികൾ അതൊക്കെ ഏത് കുട്ടീൻ്റെ ബർത്ത്ഡേ വളരെ ഉസാറായിട്ടൊക്കെ ഇങ്ങനെ ആഘോഷിക്കണൊക്കെ പരിപാടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ മൂല്യന്മാർക്കും തന്നെ അത് പറ്റൂല എന്ന് പറയാനായിട്ട് പേടില്ല. കാരണം അതൊക്കെ മദ്രസിൻ്റെ കമ്മിറ്റിൻ്റെ കീഴിൽ തന്നെ ഉള്ളത് തന്നെയല്ലേ. അതൊന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ നടക്കൂലേ. ഇപ്പോൾ ആണ് പെണ്ണെന്നൊക്കെ പറഞ്ഞേക്കാണ്ട് ഇപ്പോൾ അത് ഈ ആൺകുട്ടികൾ ഈ ഒക്കെ സ്റ്റേജിൽ കയറി പാട്ട് പാടി സമ്മാനമൊക്കെ വാങ്ങുമ്പോൾ ഈ പെൺകുട്ടികൾക്ക് ഒരു പൂതി ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേർക്ക് പാട്ട് ഇടാനൊക്കെ എന്ന് കരുതിക്കാണ്ടായിക്കാരും ചിലപ്പോൾ ഈ പാട്ടൊക്കെ പാടിച്ചത്. അപ്പോഴേ അതൊരു സ്റ്റേജിൽ കയറി ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ കല്യാണത്തിനൊക്കെ കണ്ടിട്ടില്ല, നിങ്ങൾ സ്റ്റേജിൽ കയറാനും ആടാനും പാടാനൊക്കെ പെൺകുട്ടികൾക്കുള്ളൊരു പ്രോത്സാഹനം ഒക്കെ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് അങ്ങനത്തെ പരിപാടികളോട് ഒഴിവാക്കില്ല ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് അറിയില്ലേ, പണ്ടൊക്കെ ഈ റേഡിയോയിൽ പാട്ട് കേട്ട് കേൾക്കാവുന്നത് വരെ ആറാമെന്ന് പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു. പണ്ഡിതന്മാർ അത്രയ്ക്കും സൂക്ഷ്മത പാലിച്ചിന്. ഇപ്പോൾ എന്ന് പറഞ്ഞാലേ ഇസ്ലാമിന് കാലാകാലം കൊണ്ട് ഒരു മാറ്റം വരില്ല. ഇസ്ലാം ഒന്നും ഒരേമാതിരിക്കാരെന്നൊക്കെ ഒരു പറച്ചിലുണ്ടായിരുന്നു. വേറെ ആരുമില്ല, നമ്മളെ സുന്നി തന്നെ. നിങ്ങൾക്ക് കേൾക്കണം, നിങ്ങൾക്ക് ഈ ചിത്രം വരക്കണത് ഹറാമാണെന്ന് പറഞ്ഞ് കുറേ തല്ലിട്ടി മനസ്സിലാണ് ഞാൻ. നമുക്ക് ചിത്രം വരക്കൽ ഹറാമാന്ന് പറഞ്ഞാണ്ടേ അന്ന് പഠിപ്പിച്ചതിൻ്റെ മൂല്യന്മാർ. എന്നിട്ട് ഞാൻ പഠിപ്പിച്ചിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ കുരുന്നുകൾ പറഞ്ഞ പുസ്തകം ഇറങ്ങുക, അതിൽ കുറേ ചിത്രവും കാർട്ടൂണും ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊന്നും ഹറാമില്ലേനോ, എങ്ങനെ ഇപ്പോൾ അത് വന്നു എന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഹറാമേനു. പണ്ടൊക്കെ കല്യാണത്തിനൊക്കെ വീഡിയോ ഉണ്ടെങ്കിൽ വരൂലേന് മൂല്യന്മാർ. ഇപ്പോൾ വീഡിയോ ഇല്ലെങ്കിൽ നമ്മളവിടെ വരുന്നില്ല എന്നുള്ള നിലപാടായിരിക്കണം. നിക്കാഹ് ചെല്ലുമ്പോൾ 4 ഭാഗത്തും 4 ക്യാമറ പിടിച്ചില്ലെങ്കിൽ ഏതെങ്കിലും മൂല്യന്മാർ ഇപ്പോൾ നിക്കാഹ് ചെയ്യാൻ തയ്യാറാവുക. എന്നാൽ അത്ര ഭയഭക്തിയുള്ള മൂല്യന്മാരുണ്ടെങ്കിൽ പറ്റൂലട്ടോ ഞാൻ നിക്കാഹ് തരില്ല എന്ന് പറയുന്ന മൂല്യന്മാരും ഇന്നില്ല. സിനിമ കാണൽ വീഡിയോ കാണലൊക്കെ ഹറാമാണെന്ന് പറഞ്ഞ് കുറേ തല്ലും ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളൊക്കെ പഠിച്ച കാലത്ത് നമ്മളെ മൂല്യന്മാരേക്കുന്നത് അതും സമസ്തൻ്റെ മൂല്യന്മാരെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ വലിയൊരു സ്ക്രീൻ മദ്രസയിൽ കൊടുന്നിട്ട് അതിൽ നബിൻ്റെ ചരിത്രം മറ്റു ചരിത്രം പറഞ്ഞിട്ട് മനുഷ്യന്മാരെ രൂപത്തിലുള്ള ആ ചലിക്കണ ചിത്രങ്ങളാണ് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. എന്നാലേ കുട്ടികൾക്ക് മനസ്സിലാവണം പോലെ. നമുക്കൊന്നും മനസ്സിലായ പോലെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മനസ്സിലാവില്ലാന്ന്, തലച്ചോറില്ലം പോലെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും പഠിച്ചാനൊന്നും. അപ്പോൾ കാലാകാലങ്ങൾ കൊണ്ട് ഇസ്ലാമിന് മാറ്റം വരില്ല എന്നൊക്കെ പറഞ്ഞു വരുന്നത്. അന്ന് ഹറാമായ പല കാര്യങ്ങളും ഇന്ന് ഹലാലാണ്. അപ്പോൾ ഇനി വലിയ താമസമില്ലാതെ സ്ത്രീകൾ തുണി കുപ്പായ ഹൗറത്ത് തന്നെ ചുരുങ്ങി വരുന്ന തോന്നുന്ന പെണ്ണുങ്ങളെ ഹൗറത്ത് ഇനി പുരുഷന്മാർക്ക് പൊക്കിളിൻ്റെ മുട്ടിൻ്റെ അടിയിലാണ്. സ്ത്രീകൾക്ക് അതിലും കമ്മിയാവോ എന്നൊരു സംശയമുണ്ട്. ആ കോലത്തിലാണ് ഇപ്പോൾ വരുന്നത്. 100ക്ക് 100% വിജയം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പോസ്റ്ററും മൂല്യന്മാരുടെ പോസ്റ്ററും കുട്ടികളെ പോസ്റ്ററും പെൺകുട്ടികളെ പോസ്റ്ററൊക്കെ വെക്കാം. നമ്മൾ മത്സരിച്ച് നമ്മളെ മദ്രസയ്ക്ക് പേരുണ്ടാവട്ടെ എന്ന് മാത്രമേ ലക്ഷ്യമുള്ളൂ. കുട്ടികളെ മനസ്സിൻ്റെ ഉള്ളിൽ ഈമാൻ ഉണ്ടാവട്ടെ എന്നുള്ള ലക്ഷ്യം ഉണ്ടായിക്കാണ്ട് പഠിപ്പിച്ചാന്നുണ്ടെങ്കിൽ രക്ഷിതാക്കളോടും ഉസ്താദുമാരുടെയൊക്കെ കാര്യം തന്നെ പറഞ്ഞത്. ഞാനും രക്ഷിതാവ് എൻ്റെ കാര്യം കൂടി കൂട്ടിയിട്ട് തന്നെ പറയണേ. നിങ്ങൾ കേട്ടിക്കണം, വലിയ 100ക്ക് 100% വിജയം ഉണ്ടായിട്ടുള്ള ആ മദ്രസയിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ തന്നെയാണ് ഇപ്പോൾ ഈ പിന്നെ ഓണത്തിനും മറ്റും മറിച്ചൊക്കെ ആടിപ്പാടിക്കാണ്ട് കല്യാണത്തെങ്കിലും ഒക്കെ സ്റ്റേജിന്മേലൊക്കെ ചാടിക്കളിച്ച് ഇറങ്ങണത്. ഇന്ത്യയാണ് കാരണം. എടോ ഈ മദ്രസ എന്ന് പറഞ്ഞാൽ മൂല്യന്മാർക്ക് ശമ്പളം വാങ്ങാനുള്ള ഒരു പരിപാടി മാത്രമായി മാറിയിരിക്കുന്നത്. മദ്രസയിൽ നിലനിന്നെങ്കിൽ മൂല്യന്മാർക്ക് ശമ്പളം കിട്ടുള്ളൂ, പരിപാടി ഉണ്ടാവുള്ളൂ. ഈ കുറേ മൂല്യന്മാർ ഇറങ്ങിയ ഓൽക്കൊക്കെ ജോലി വേണ്ടേ, അതിനുള്ളൊരു പരിപാടിക്ക് വേണ്ടി അതിനിങ്ങനെ മാർക്ക് ഉയർത്തുക എന്നുള്ളൊരു പരിപാടി മാത്രം ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇസ്ലാമിൽ ഹദീസിലൊന്നും ഇല്ലാത്ത കുറേ ആചാരങ്ങൾ ഇപ്പോൾ വന്നു കൂടിയിരിക്കുന്നു. അതായത് കല്യാണത്തിന് പോയി നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ താലി കെട്ടൽ, നിക്കാഹിൻ്റെ സമയത്ത് ഫോട്ടോ എടുക്കൽ, അതൊക്കെ ഒരു സുന്നത്താന്നുള്ള നിലക്കേട് എത്തിയിരുന്നു. ഇപ്പോൾ താലി കെട്ടലും കല്യാണത്തിൻ്റെ അന്നത്തെ ചാടിക്കളികളും ക്യാമറയും വീഡിയോസും സുന്നത്ത് തന്നെ. അത് ഒഴിഞ്ഞ് നിൽക്കാൻ പറ്റില്ല. ആരെങ്കിലും എന്ന് ഒഴിഞ്ഞ ഈ ഫോട്ടോത്തിലില്ലേ പട്ടച്ചോനെ എന്താ അത്, അങ്ങനെ നിർബന്ധിച്ച് എല്ലാവരെ കൊണ്ട് ഫോട്ടോ ഫോട്ടോത്തിലേക്ക് എടുക്കുന്ന ഒരു പരിപാടി നമ്മുടെ സമുദായത്തിൽ ഇസ്ലാമിക്ക് കേടി വന്നിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ ഈ ദീനിൽപ്പെട്ടതാണെന്ന് തന്നെ ചില ആൾക്കാരൊക്കെ വിചാരം. അതൊക്കെ സുന്യാള ആചാരമായിക്കാണ്ടും ഒക്കെ മാറിയിരിക്കുന്നത്. ശബ്ദം ശ്രവിക്കണ കൂട്ടുകാരങ്ങളൊന്ന് ശ്രദ്ധിച്ചോളിയും. മറ്റ് മതങ്ങളുടെ ആചാരങ്ങൾ നമ്മുടെ ദീനിൽ പകർത്തി അത് നമ്മൾ ആ കൂട്ടത്തിൽ പെട്ടുപോകും. ഇസ്ലാമിൽ പെടൂല, ഒരിക്കലും പെടൂല. അവരൊക്കെ സുന്യാളാണ് അല്ലെങ്കിൽ വേറെയാണ് മുജാഹിദാണ് ഏതാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു മുസ്ലിങ്ങളിൽ പെട്ടവരെ ആവൂല. അവരൊരിക്കലും നിങ്ങൾ മുസ്ലിങ്ങളെ പേര് വിളിക്കരുത് കേട്ടോ. അത് മുസ്ലിങ്ങളെ ചീത്ത പറഞ്ഞ പരിപാടിക്കാരോ. പിന്നെ ഇതൊക്കെ ചെയ്യണ ജനങ്ങളോട് പണ്ഡിതന്മാർ പറയാണ് അങ്ങനെ ചെയ്യരുത് കേട്ടോ, അത് ഹദീസിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ പണ്ഡിതന്മാരെ ചീത്ത പറയും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കുക. നബീനെ ചീത്ത അറിയാൻ വെച്ചല്ലോ എന്ന് കരുതിയിട്ട് പണ്ഡിതന്മാർ നല്ലോണം കടിച്ചിട്ട് അതൊക്കെ ആ മൂല്യർ അങ്ങനെ പറഞ്ഞു, ഈ മൂല്യർ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് അതിന് തെളിവോടെ ഇതിന് തെളിവോടെ എന്ന് ഓര് ചോദിച്ചു. അതുപോലെ ചെയ്യണീനൊക്കെ പോലൊരു തെളിവുണ്ടോ? എന്നിട്ട് ഈ നബീനെ അങ്ങോട്ട് ചീത്ത പറയുന്നേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നാഫിയായ ഇൽമു നൽകട്ടെ. ഇൽമനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.